ഞാനാണെങ്കിൽ രാവിലെ മൂടോട്ടിട്ട് നിൽക്കായിരുന്നു. രാവിലെ തന്നെ കുറച്ചു മുമ്പ്. അതായത് 2 മക്കളുള്ള ഒരു പെണ്ണുമ്പിള്ള മക്കളെ ഉപേക്ഷിച്ച് കാമുകന്റെ കൂടെ പോയെന്ന്. ഓ എന്താ ഭാര്യയും മക്കളെയും വിഷം കൊടുത്ത് കൊന്നിട്ട് ഒരുത്തൻ കാമുകിലൂടെ പോയത്. ഇതൊക്കെയാണ് വാർത്തകൾ. ഇതൊക്കെ ഇപ്പൊ പറയണ കംപ്ലീറ്റ് അവിഹിതമാണ്. മനസ്സിലായി? ഫേസ്ബുക്ക് എടുത്താലും നോക്ക് വല്ല ഒപ്പിച്ച് വെച്ചിട്ട് നിക്കന്നെ അവീതം വല്ലോ. എന്നെ പേടിച്ചിട്ട് പറയണ തന്നെ ഇതൊക്കെ. പ്രോപ്പറായിട്ടുള്ള ഒന്നിനെ എനിക്ക് നോക്കാൻ വേണമെന്ന് വിചാരിക്കും. അപ്പോഴാണ് ഇനി അടുത്ത അവിഹിതത്തിന് കൂടെ പോണം. എന്തോ നിങ്ങൾ ഈ രാവിലെ തന്നെ ഇത്ര ഡാർക്കായിട്ട് സംസാരിക്കുന്നു. ഡാർക്കാ? ഇത് സംഭവം നിനക്കറിയാം, കാര്യം സിമ്പിളാണ്. അതായത് ഈ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷനിൽ കമ്മ്യൂണിക്കേഷൻ ഓപ്പൺ ആയിരിക്കണം. ഇല്ലെങ്കിൽ ഇതുപോലത്തെ ഓരോ ഡാർക്ക് ഒക്കെ സംഭവിക്കും. ചേട്ടാ അത് പറഞ്ഞപ്പോഴാണല്ലേ നമ്മുടെ ഈ കുടുംബത്തിന്റെ ആ ഒരു ബന്ധങ്ങൾ, വാല്യൂസ് ആൻഡ് മോറൽസ്, അതിനെ കുറിച്ച് നമുക്ക് സൊസൈറ്റിക്ക് ഒരു അവയർനെസ് പോലെ ചെയ്യണം. എന്ത് പറയുന്നു? നല്ലൊരു ആശയല്ലേ? എന്തോടാ നീ ശ്വാസം ഇടാതെ? എന്താണ് പ്രശ്നം? നിന്റെ കൃത്യമായിട്ട് വാക്കുകളൊക്കെ നീ എവിടെ പഠിച്ചടാ? നിങ്ങൾ അവരുടെ പോയി സംസാരിച്ച ഈ കാര്യം കാര്യം പറ. എന്താണ്? പുഷ്പ എന്തോടാ പറയുന്ന ഒരു പെണ്ണ് കുറെ നേരം കൊണ്ട് വിളിക്കണം. എന്റെ അച്ഛനാ വിളിച്ചിട്ട് ആശാൻ പറഞ്ഞു എനിക്ക് നെഞ്ചുവേദന എടുക്കണം. നീ കാര്യം പറ. നീ എന്താണ് അങ്ങോട്ട് ചെല്ലാന്നൊക്കെ പറഞ്ഞു നിക്കാന്. ഒറ്റ അടി കരണക്കുട്ടിയായിട്ട് അടിച്ചെന്നുണ്ടല്ലോ കള്ളത്തരം പറഞ്ഞത്. ഇത് ഇവന്റെ എല്ലാ പ്രാവശ്യത്തെ പരിപാടിയാണ്. ഒന്നും വിശ്വസിക്കല്ലോ. നീ 24 മണിക്കൂർ അങ്ങേറെ കൂടെ നടന്നിട്ട് ഞാനാണെങ്കിൽ ആശാന്റെ കൂടെ നിഴല് പോലെ എന്നിട്ടാണ് നീ അപവാദമൊക്കെ പറയണത് അങ്ങനെ പറ്റി? അങ്ങനെയാണെങ്കിൽ വല്ലപ്പോഴും 2 പേർക്ക് അടിക്കുന്നേ ഉള്ളൂ. എന്നിട്ടാണ് ഇവ ഇത്രയും പറയണത്. സത്യം അല്ലെന്ന് വിചാരിക്കണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. വാ ചുമ്മാ ചേട്ടാ അത് വിശ്വസിക്കാൻ പോണ കണ്ട നോക്ക്, കണ്ണു കിടന്ന് നോക്ക്. കണ്ട പറഞ്ഞത് ശരി തന്നെ, എങ്കിലും എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റില്ല. അതല്ല കണ്ട ചേട്ടാ ഞാൻ വെച്ചപ്പോ വെറുതെ പറയണെന്നാണ് വിചാരിച്ചത്. ഫോണിൽ ഒരാൾ കാര്യമായിട്ട് സംസാരിക്കുന്നു. അല്ല, ഇത് സ്റ്റൈലൊക്കെ നോക്ക്, എക്സ്പ്രഷനൊക്കെ നോക്ക്. അമ്മച്ചി, ഇപ്പോഴത്തെ സാഹചര്യത്തില് ആശാന്റെ അമ്മയും അച്ഛനും അമ്മച്ചിയാണ്. ആ ഒരു ഇത് അമ്മച്ചി അങ്ങ് ഏറ്റെടുത്തോണം. പിന്നെ ആശാന്റെ അമ്മച്ചിയുടെ ഒരു കണ്ണ് എപ്പോഴും ആശാന്റെ മേലിൽ വേണം, അല്ലെങ്കിൽ അത് പണിയാവും. കൊച്ചു ചെറുക്കനാണെങ്കിലും നീ പറയുന്നതിൽ സത്യം ഉണ്ടെങ്കിൽ ഞാനൊരു തീരുമാനം എടുക്കണം. അതിന് വേണ്ടിട്ടാണല്ലോ നീ ഇത്രയും ഉപകാരമൊക്കെ ചെയ്തത്. നീ പറയുന്നത് കള്ളമാണെങ്കിൽ നിന്റെ കാര്യത്തിലൊരു തീരുമാനം ഞാൻ എടുക്കും. അമ്മച്ചിക്ക് സത്യമാണെങ്കിൽ താനില്ലെന്ന് തോന്നുന്നെങ്കിൽ ഇനി വാ, ഞാൻ ഒരു കാര്യം കാണിച്ചു തരാം. എവിടെയാ? അവിടെ സംസാരിക്കുന്നുണ്ട്. കണ്ട ഞാൻ പറഞ്ഞപ്പോ വിശ്വാസമായ. കണ്ട മൊത്തത്തിലൊരു ലവിന്റെ ട്രാക്കില്ല, ഒരു കാമുകനെ പോലെ തോന്നുന്നുണ്ട്. കണ്ട ഇപ്പൊ വിശ്വാസമായ. വരട്ടെ കേട്ടോ, എന്താ വേണ്ടെന്ന് എനിക്കറിയാം. നീ ഇതൊന്നും കണ്ട് പഠിക്കണ്ട.